Hello dears, welcome to the new class and new chapter. Very good. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഐഡന്റിറ്റീസ് നമ്മൾ തീർത്തു. നമ്മൾ എങ്ങനെ റിവിഷൻ ചെയ്തു, നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഐഡന്റിറ്റീസ് എന്ന ചാപ്റ്റർ ഇപ്പൊ എല്ലാവർക്കും തറവായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്? ടെക്സ്റ്റ് നോക്കിയപ്പോ എല്ലാവരും ടെക്സ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മണി മാത്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അതിനൊക്കെ മുന്നേ തന്നെ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ ടീച്ചർ കുറച്ച് പോസ്റ്റേഴ്സ് കാണിച്ചു തരാം. അത് എവിടെ കാണുന്ന പോസ്റ്റേഴ്സ് ആണെന്ന് നിങ്ങൾ പറയണം. എവിടെ കാണുന്ന പോസ്റ്റേഴ്സ് ആണെന്നെല്ലാം അഡ്വർടൈസ്മെന്റ്സിലൊക്കെ ഈ വാചകങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഏതൊക്കെ അഡ്വർടൈസ്മെന്റ്സിൽ കേട്ടിട്ടുണ്ടാവും? കുറച്ചുപേരൊക്കെ പറയുന്നുണ്ട് അല്ലെ. എവിടെയാണ് നമ്മളിത് കാണുന്നത്? ബാങ്കിലാണ് കാണുന്നത്. അവിടെ എല്ലാം മണി ട്രാൻസാക്ഷൻസിന്റെ ഒരു പോസ്റ്റേഴ്സ് ആണ് ടീച്ചർ കാണിച്ചു തന്നത് അല്ലെ. ഇത്ര രൂപയ്ക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഇൻട്രസ്റ്റിൽ കിട്ടുന്നു, ഇത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ കിട്ടുന്നു, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഒരു ഡെഫിനിഷൻ വേണ്ടേ ബാങ്കിന്? നമ്മൾ ആ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയ ചെറിയ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം വേണ്ടേ? അപ്പൊ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്ക് ഇസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈസൻസ് ടു റിസീവ് ഡെപ്പോസിറ്റ് ആൻഡ് മേക്ക് ലോൺസ്. അതായത് ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. വേർ വി ക്യാൻ റിസീവ്, അതായത് കിട്ടും, വിഡ്രോ ചെയ്യാൻ സാധിക്കും, ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും, ആൻഡ് മേക്ക് ലോൺസ്, അതായത് പണമിടപാടുകൾ നടത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ബാങ്കിലെ എന്തൊക്കെ കാര്യങ്ങൾ അപ്പൊ ചെയ്യാൻ സാധിക്കും? ബാങ്കിൽ നമ്മൾ പോണത് എന്തിനാ? അച്ഛനമ്മയൊക്കെ പോണത് കണ്ടിട്ടുണ്ടാവില്ലേ? കണ്ടിട്ടുണ്ട് അല്ലെ. എന്തിനൊക്കെ പോകാറുണ്ട്? നിങ്ങളുടെ അറിവ് വെച്ച് പറഞ്ഞാൽ മതി. ലോൺ എടുക്കാൻ പോയിട്ടുണ്ട്, വെരി ഗുഡ്. ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്, റിസീവ് ചെയ്യാൻ പോയിട്ടുണ്ട്, അല്ലെ വിഡ്രോ ചെയ്യാൻ പണം എടുക്കാൻ പോയിട്ടുണ്ട്, വെരി ഗുഡ്. പിന്നെ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ പോയിട്ടുണ്ട്. ചേച്ചിമാരും ചേട്ടന്മാരും ഉള്ളവർക്കൊക്കെ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടാവാം. പിന്നെ ഹൗസിംഗ് ലോൺ എടുക്കാൻ പോയിട്ടുണ്ട്, പലതരം അഗ്രികൾച്ചറൽ ലോൺ ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ ലോൺസ് ഉണ്ട്. അതോടുകൂടി തന്നെ നമുക്ക് കാശ് എടുക്കാനും കാശ് ഇടാനും സഹായിക്കുന്ന ഒരു സംവിധാനമാണ്. ഈ കാശ് എടുക്കുന്നതും കാശ് ഇടുന്നതൊക്കെ എവിടെയാ? ബാങ്ക് അക്കൗണ്ടിൽ അല്ലേ. അപ്പൊ ബാങ്കിന് നമുക്ക് നമ്മുടേതായൊരു അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും. അതായത് നമ്മുടെ പണമിടപാടുകൾ നടക്കേണ്ട സ്ഥലമായിട്ട് നമ്മുടെ ഒരു അക്കൗണ്ട് നമുക്ക് തുടങ്ങാൻ സാധിക്കും. എത്ര പേർക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്? കുറച്ചു പേർക്കൊക്കെ ഉണ്ട് അല്ലെ. ബാങ്ക് അക്കൗണ്ട് വേണോ ശരിക്കും? ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ നമ്മൾ എവിടെ പോയി പണം അടയ്ക്കും? പണം എവിടെ പോയി എടുക്കും? നമ്മൾ സമ്പാദിക്കുന്ന കാശുകൾ നമുക്ക് സേവ് ചെയ്ത് വെക്കണ്ടേ? നമുക്ക് എല്ലാം വീട്ടിലെങ്ങനെ സേവ് ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. നമുക്ക് സമ്പാദിക്കുന്ന കാശുകൾ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, ആർക്കെങ്കിലും കൊടുക്കാം, ക്യാഷ് ട്രാൻസാക്ഷൻസ് നടത്താൻ, നെറ്റ് ബാങ്കിങ് നടത്തുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവും. ജിപേ, ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ, ഇതെല്ലാം കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ഒന്നും കേൾക്കാത്ത കുട്ടികൾ ഉണ്ടാവില്ല. ബാങ്ക് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി. ഇനി പോസ്റ്റേഴ്സിൽ ഇതൊന്നും കൂടാതെ വേറെ കുറെ കാര്യങ്ങൾ കണ്ടു അല്ലെ. കുറച്ച് പെർസെന്റേജ് കിട്ടുന്ന നമ്പേഴ്സ് കണ്ടു, പിന്നെ ഇൻട്രസ്റ്റ് എന്നൊരു വാക്ക് കണ്ടു, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന വാക്ക് കണ്ടു, ഇതൊക്കെ കണ്ടു. ഓക്കെ, വെരി ഗുഡ്. ഇനി ഈ പെർസെന്റേജ് ഇട്ട് വന്ന നമ്പേഴ്സ് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടീച്ചർ ഒന്ന് റീകളക്ട് ചെയ്യുകയാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ ഇൻട്രസ്റ്റ് എന്താണ്? നമ്മൾ ബാങ്കിലെ പണം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും എടുക്കുമ്പോഴും ലോൺ എടുക്കുമ്പോഴും ഒക്കെ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്യാണെന്ന് വിചാരിക്കും. ഒരു വർഷത്തേക്ക് ഒരു 10 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷമാകുമ്പോഴേക്കും അവരുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എത്രയോ ശതമാനം കൂടും. എന്നിട്ട് ആ കൂടിയ കാശും കൂടി നമ്മൾ ഇട്ട കാശിനോട് ആഡ് ആവും. അതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആ ആഡ് ആയ എമൗണ്ടിനെയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. 10 രൂപ ഇട്ടിട്ട് ഇപ്പൊ ഞാൻ ഒരു വർഷത്തേക്ക് 10 രൂപ, വെറും 10 രൂപ ഇട്ടു. അടുത്ത കൊല്ലമായപ്പോ അതൊരു 20 രൂപയായി എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് കിട്ടിയ ലാഭം എത്രയാ? അതായത് നമ്മൾ കിട്ടിയ ലാഭം നമ്മൾ ഇടാതെ തന്നെ നമ്മുടെ കയ്യിലേക്ക് വന്നു ചേർന്നത് എത്ര രൂപയാ? 10 രൂപ ഇട്ടു, പക്ഷെ എനിക്ക് കിട്ടിയത് 20 രൂപയാണ്. അപ്പൊ നമുക്ക് ലാഭം വന്നത്
10 രൂപയാണല്ലോ 20-ന് 10 മൈനസ് 10 രൂപയാണ് നമുക്ക് കൂടുതൽ കിട്ടിയത്. ആ കൂടുതൽ കിട്ടിയ എമൗണ്ടിനെയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുക. ഓക്കെ, നമ്മൾ ഇട്ട എമൗണ്ടിനേക്കാളും എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയും. ഇനി അത് എത്ര ശതമാനമാണ്, അതായത് 100ന്റെ എത്ര ശതമാനമാണ്, ശതമാനം എങ്ങനെയാ നോക്കുന്നത്, പെർസെന്റേജ് ഔട്ട് ഓഫ് 100 ആണ് നോക്കുക. എത്ര ശതമാനം എന്നുള്ളതാണ് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അത് ഓരോ ബാങ്കിനും ഡിഫറെന്റ് ആയിരിക്കും. നാഷണലൈസ്ഡ് ബാങ്ക്സ് ഉണ്ട്, നാഷണലൈസ്ഡ് അല്ലാത്ത ബാങ്ക്സ് ഉണ്ട്, ഗ്രാമീൺ ബാങ്ക്സ് ഉണ്ട്, അങ്ങനെ കുറെ ബാങ്കുകളുണ്ട്, കുറെ ടൈപ്പ് ഓഫ് ബാങ്കുകളുണ്ട്, പ്രൈവറ്റ് ബാങ്ക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓരോ ബാങ്കിനും ഓരോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. അവർ കൊടുക്കുന്ന കാശിന് ഇത്ര ശതമാനം പലിശ. അത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും, നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം അല്ലേ. പണം എടുത്തു കഴിയുമ്പോൾ ഓരോ മാസം ഇൻട്രസ്റ്റ് അടയ്ക്കാൻ പാരന്റ്സ് പോകുന്നത് കണ്ടിട്ടുണ്ടാവല്ലോ. ഹോം ലോൺ എടുത്തു കഴിയുമ്പോൾ, അതായത് ബാങ്ക് നമുക്ക് കാശ് തന്നു അല്ലെ, അപ്പൊ നമ്മൾ ആ ബാങ്കിന് തിരിച്ചു കൊടുക്കണ്ടേ. പക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ലല്ലോ, കാശില്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ കാശ് എടുത്തത്. ഒറ്റയ്ക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അതിന് എത്രത്തോളം തിരിച്ചു കൊടുക്കണം, അത് എത്ര അവധിക്ക് തിരിച്ചു കൊടുക്കണം, എത്ര ടേമിന് തിരിച്ചു കൊടുക്കണം, ഇതെല്ലാം നമ്മൾ ബാങ്കിന് പറയും. ആ ടേം ആണ് നമ്പർ ഓഫ് ഇയേഴ്സ്. എത്രത്തോളം തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഇൻട്രസ്റ്റ്. ആ എമൗണ്ട് ആണ് ഇൻട്രസ്റ്റ്. അത് എത്ര ശതമാനമാണെന്നുള്ളതാണ് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി നമ്മൾ ഇട്ടതോ എടുത്തതോ ആയ ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ അറ്റ് ഫസ്റ്റ്, അതിനെയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുക. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്? സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ്. അതെ, അതായത് നമ്മൾ ഇട്ട കാശ് അല്ലെങ്കിൽ എടുത്ത കാശിനും സിമ്പിളായിട്ട് ഓരോ വർഷവും ചുമ്മാ ആ പ്രിൻസിപ്പൽ എമൗണ്ടിനോട് ആഡ് ചെയ്ത് പോവാ. ഇപ്പൊ ഞാൻ ഇപ്രാവശ്യം 10 രൂപ ഇട്ടു, അടുത്ത പ്രാവശ്യം എനിക്കത് 20 രൂപയായി. അവിടെ ഒരു 10ന്റെ ഡിഫറൻസ് ആണ് കണ്ടത്. ഇനി അടുത്ത പ്രാവശ്യം എനിക്കത് 30 രൂപ. അതായത് 10 കൂടിക്കൊണ്ടിരിക്കുന്നു. ഓരോ വർഷം കൂടുമ്പോഴും 10 കൂടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം വേറൊരു കാര്യം കണ്ടും, സിമ്പിൾ ഉണ്ടെങ്കിൽ ഒരു കോംപ്ലക്സ് ഉണ്ടാവും അല്ലെ. അത് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയും. ടീച്ചർ ഒരു വേഗ ഐഡിയ മാത്രമേ തരുന്നുള്ളൂ എല്ലാത്തിന്റെയും. നെക്സ്റ്റ് ക്ലാസ്സുമാണ് നമ്മൾ ശരിക്കും പഠിക്കാൻ പോകുന്നത്, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റിൽ എന്തായിരുന്നു, എത്ര ഇൻട്രസ്റ്റ് ആണോ അത് തന്നെ ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കും. ഇനി അടുത്തത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഞാനിപ്പോ ഒരു 10 രൂപ ഇട്ടു, അടുത്ത വർഷം എനിക്കത് 20 രൂപ കിട്ടി. അതായത് അവർ നമ്മുടെ ഡിഫറൻസ് എന്താ, 10 രൂപയാണ് ഇൻട്രസ്റ്റ്. ഇനി 10 ഇട്ടു, അടുത്ത വർഷം 20 ആയി. ഇനി ബാങ്കർ എന്ത് ചെയ്യും, ആ 20നെ പ്രിൻസിപ്പൽ എമൗണ്ട് ആക്കും. അതായത് നമ്മൾ 20 ഇട്ടു എന്നുള്ള രീതിക്ക് 20ന്റെ ശതമാനം വെച്ചിട്ട് അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഒരു 40 കിട്ടും, അല്ലെങ്കിൽ 40 കിട്ടില്ല, 46 42 ഒക്കെ കിട്ടും. അതായത് നമുക്ക് കിട്ടുന്ന കാശ് കൂടി വരും. അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. നമ്മൾ എത്ര ഇട്ടോ അത് കഴിഞ്ഞ് ഇൻട്രസ്റ്റ് കഴിഞ്ഞ് അടുത്ത കൊല്ലം വാങ്ങുമല്ലോ, പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള റേറ്റ് ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ കണക്കാക്കാം. അപ്പൊ നമ്മൾ അതൊരു വേഗ ഐഡിയ മാത്രമാണ്. ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത ടേംസ് ഏതൊക്കെയാണ്? പ്രിൻസിപ്പൽ എമൗണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, നമ്പർ ഓഫ് ഇയേഴ്സ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതായത് ഇൻട്രസ്റ്റ് മേലെ ഇൻട്രസ്റ്റ് ഇങ്ങനെ കയറി വരും. ഇൻട്രസ്റ്റ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ കിട്ടിയ കാശ്, ആ എക്സ്ട്രാ കിട്ടിയ കാശും പ്രിൻസിപ്പൽ എമൗണ്ടിനോട് ചേർത്തതിന് ശേഷം അത് മൊത്തത്തിൽ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആക്കും. എന്നിട്ട് അത് വെച്ചിട്ട് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് കിട്ടുന്നതാണ് അടുത്ത വർഷത്തെ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. അങ്ങനെ ഓരോ വർഷവും പ്രിൻസിപ്പൽ എമൗണ്ട് തന്നെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ സിമ്പിൾ ഇൻട്രസ്റ്റിലാണെങ്കിൽ എന്താണ്, പ്രിൻസിപ്പൽ എമൗണ്ട് എപ്പോഴും സെയിം ആയിരിക്കും. നമ്മൾ എന്തിട്ടോ അത് തന്നെയാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെ കണക്കാക്കാം? സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെ, അതിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയില്ലേ? എന്താണ്? വെരി ഗുഡ്. P into R into N by 100. നമ്മൾ PRN by 100 എന്ന് പറയും. Where P equal to principal amount, N equal to number of years, R equal to rate of interest divided by 100.
അതായത് ആർ എപ്പോഴും പെർസെന്റേജിലല്ലേ, ഇപ്പൊ 25% എന്നാണ് നമ്മൾ 25/100 എന്ന് എഴുതും. അതാണ് നമ്പർ ആയിട്ടാണ് അവിടെ എഴുതുക. ഓക്കെ, ഇനി അപ്പൊ ഇതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വന്നാലോ? ബാങ്കിനെ പറ്റി കുറച്ചും കൂടെ ഒന്ന് അറിയാൻ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ലെറ്റ്സ് വാച്ച് എ വീഡിയോ. What is this place, Daddy? This is a bank, Raju. We can deposit money we get into the bank. We can then withdraw the money when we need it. In the meantime, the bank keeps the money safe for us. Over a period of time, they also give us a little more money. This is called interest. I am now going to withdraw some money for buying things for your party. This is a cash counter, Raju. When we need to withdraw or deposit cash, we come to this counter. I also need to deposit my salary check and update my passbook. What is a passbook, Daddy? Is it a report card which says pass or fail? No, Raju. The bank keeps an account for each of its customers, wherein it keeps track of how much money they have put into the bank and how much they have taken out. They thus know how much balance money each customer has in the bank. These details are written or printed out in a passbook which is issued to each customer. Oh, I see. And what is that you said about salary check? Does it mean that you have to check your salary? When people need to pay someone money, they can issue them a check like this one if they have bank accounts. My office has paid my salary with this check. When I deposit it in my account in the bank, the money will get transferred into my account and I can then withdraw it as and when I like. Wow, there seems to be a lot of work going on in the bank. It must be quite hard work. Yes, it is. Of course, nowadays, most banks use computers like this to do most of the routine work like processing the daily transactions, etc. What is this, Daddy? This is an ATM, that is, an automatic teller machine. By using this ATM card, we can withdraw cash, check our account balance, etc. any time of the day, even when the bank is closed. ATMs are usually available round the clock, that is, any time of the day or night. Here are some things we see in a bank. This is cash. We use cash in many ways. For example, for buying things in the market, paying school fees, etc. We should be very careful with cash. This is a check. We use checks to pay someone money or to withdraw money from our bank account. This is a deposit slip. We use such deposit slips when we wish to deposit money, either cash or checks given to us by anyone, into our bank account. Such deposit slips usually need to be filled in with our bank account number, the amount we are depositing, the check number of the check or the value of each currency note or coin we are depositing, the date of deposit, etc. This is a withdrawal slip. We use this when we wish to withdraw cash from our bank account. We should write our account number, the current date, and the amount we wish to withdraw in the withdrawal slip. This is a passbook. Passbooks give us a complete record of all the transactions in our bank account. That is, about all the monies we have put in and all the monies we have taken out of our bank account. Thus, we can also see the balance money we have in our bank account in our passbook. We should get our passbooks regularly updated in the bank. This is a demand draft or DD. Sometimes, when we have to pay money to someone, we use a demand draft instead of a check. This is similar to a check,
Only in the case of the demand draft, we first pay the money to the bank, and the bank then effectively issues their check, that is the demand draft, to the person we have to pay money to. This is an ATM, that is, automatic teller machine. ATMs help us to do certain bank transactions such as withdrawing cash, checking our account balance, etc. without going to the bank, that is, at the ATM itself. The advantage is that the ATM is available 24 hours of the day. ATM card. This is an ATM card. In order to use the ATM to withdraw cash, etc., we have to first enter our ATM card into the ATM and then key in a secret number called a personal identification number or PIN. Only then will we be able to do our transaction. The purpose of this is to identify ourselves to the ATM and prevent anyone else from misusing our account. വീഡിയോ കണ്ടല്ലോ. അപ്പൊ ബാങ്കിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ബാങ്കിൽ പോയിട്ട് അച്ഛനമ്മമാര് പെയിൻ സ്ലിപ്പ് വിഡ്രോവൽ ഫോം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എന്തായാലും ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ മാക്സിമം പറ്റുമെങ്കിൽ 2 ഡേയ്സിനുള്ളിൽ തന്നെ ഒരു ബാങ്കിൽ പോവാ. അവിടെ പോയിട്ട് എന്ത് ചെയ്യണം? പെയിൻ സ്ലിപ്പും വിഡ്രോവൽ ഫോമിനെ പറ്റിയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ബാങ്ക് എന്താണെന്നും ഇൻട്രസ്റ്റ് എന്താണെന്നും ഓരോന്നിന്റെയും ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് വേറൊന്നുമല്ല, ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണ് ഓരോന്നിന്റെ ഡെഫിനിഷൻ ആയിട്ട് അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ ബാങ്കിന്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് കാണാം. ടീച്ചർ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ട് അല്ലെ? ബാങ്ക് ഇസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈസൻസ് ടു റിസീവ് ഡെപ്പോസിറ്റ്സ് ആൻഡ് മേക്ക് ലോൺസ്. അതായത് ലൈസൻസ് കിട്ടിയ, ലൈസൻസ്ഡ് ആയിട്ടുള്ള, അതായത് ഗവൺമെന്റ് തന്നെ അതോറിറ്റി കൊടുത്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ടു റിസീവ് ഡെപ്പോസിറ്റ് ആൻഡ് മേക്ക് ലോൺസ്. നമുക്കതൊരു ഫ്ലാഷ് കാർഡിൽ കാണാം. ഇതൊന്ന് എഴുതിയെടുക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഇനീഷ്യൽ എമൗണ്ട് വിച്ച് ഡസ് നോട്ട് ഹാവ് ദ ഇൻട്രസ്റ്റ്. അല്ലെ? ഇൻട്രസ്റ്റോട് കൂടിയ എമൗണ്ടിനല്ല നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയാം. അത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഇനീഷ്യൽ എമൗണ്ടിനെയാണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന പേര് പറഞ്ഞ് നമ്മൾ വിളിക്കുക. ഡെഫിനിഷൻ കാണാം. എന്താണ് ഇൻട്രസ്റ്റ്? ഇൻട്രസ്റ്റ് എന്നാണ് ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എന്താണോ നമ്മൾ ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ നമ്മൾ എടുത്തിരിക്കുന്ന കാശ് അതിനേക്കാളും കൂടുതൽ ബാങ്ക് ആയിട്ട് ഒരു റേറ്റിന് നമുക്ക് തരുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് ആണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ എമൗണ്ട് എബവ് റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ സം അറ്റ് എ പെർട്ടിക്കുലർ റേറ്റ്. അതൊരു നിശ്ചിത റേറ്റിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇൻട്രസ്റ്റ് ബാങ്ക് കണക്കാക്കുന്നത്. നമുക്ക് ഇത്ര കാശ് ഓരോ വർഷം തരണം, അല്ലെങ്കിൽ ഓരോ മാസം നമുക്ക് തരണം, അല്ലെങ്കിൽ ഇത്ര കാശ് നമുക്ക് ഓരോ മാസം അല്ലെങ്കിൽ വർഷം അങ്ങോട്ട് അടയ്ക്കണം എന്നത് ബാങ്കാണ് തീരുമാനിക്കുന്നത്. അറ്റ് എ പെർട്ടിക്കുലർ റേറ്റ്. ഓരോ ബാങ്കിലും ഓരോ റേറ്റ് ആയിരിക്കും. നമുക്ക് ആ ഡെഫിനിഷൻ ഒന്ന് കാണാം. നമുക്ക് വാട്ട് ഈസ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നാണ് വെരി സിമ്പിൾ ഇൻട്രസ്റ്റ്. Simple interest is interest calculated on the principal portion of a loan or the original contribution to a savings account. അതായത് നമ്മൾ എന്ത് കൊടുക്കുന്നോ അതിനോട് ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് പോകുന്നു. അങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതല്ലാണ്ട് വേറൊരു ഇൻട്രസ്റ്റ് ടീച്ചർ നേരത്തെ പറഞ്ഞത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് നമ്മൾ പഠിക്കും. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഡെഫിനിഷൻ കണ്ടിട്ട് വരാം. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഒരു ചോദ്യം ചെയ്ത് നോക്കാം. നിങ്ങൾ പഠിച്ചതല്ലേ? ഒരു ചോദ്യം ചെയ്ത് നോക്കാം. അതായത് രാമു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു 200 rupees ഡെപ്പോസിറ്റ് ചെയ്തു ഒരു ബാങ്കില് വിത്ത് 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ 2 years. അതായത് എത്ര ഡെപ്പോസിറ്റ് ചെയ്തു? നിങ്ങൾ 200 rupees ഡെപ്പോസിറ്റ് ചെയ്തു വിത്ത് 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഫോർ 2 years എന്ന് വിചാരിക്കും. Then what will be the simple interest? Simple interest നമ്മൾ SI എന്ന് ഡിനോട്ട് ചെയ്യും. എന്തായിരിക്കും? 200 into 10 into 2 by 100. ഇതെങ്ങനെയാണ്?
സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല എന്താ? നേരത്തെ പഠിപ്പിച്ചിരുന്നല്ലോ. PRN/100. What is P here? It is 200. What is R here? It is 10% and N is 2 years. അപ്പൊ ഇത് എന്ത് വരും? 100ഉം 100ഉം കട്ട് ചെയ്ത് പോയി 40. ഇനി ഇത് എന്താണ് സംഭവം? അപ്പൊ 2 വർഷം കഴിയുമ്പോ 200 രൂപയ്ക്ക് 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ 40 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 വർഷത്തിന് ശേഷം ആഫ്റ്റർ 2 years you will get 240 rupees in hand. Okay, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന പ്രിൻസിപ്പൽ എമൗണ്ടിനോട് നമ്മുടെ ഇൻട്രസ്റ്റ് ചുമ്മാ ആഡ് ചെയ്ത് 2 വർഷം കഴിയുമ്പോൾ 200 രൂപ ഇട്ട 240 രൂപയാകും വിത്ത് 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇതിന്റെ മീനിങ് ഇതാണ്. ആഫ്റ്റർ 2 years you will get 240 rupees in hand. ഇത് മനസ്സിലായല്ലോ. ഇനി ഒരു ഫോളോ അപ്പ് ആക്ടിവിറ്റി ആയിട്ട് ടീച്ചർ പറയാണ്, നിങ്ങൾ എല്ലാവരും ഒന്ന് ബാങ്കിൽ പോണം എന്ന് പറഞ്ഞാൽ കേൾക്കുവോ? അപ്പൊ എല്ലാവരും ഒന്ന് ബാങ്കിൽ പോവുക. ബാങ്കിൽ പോയിട്ട് അവിടെ എല്ലാവരും എഴുതണമെന്ന് കണ്ടിട്ടുണ്ടാവും അല്ലെ? എന്തൊക്കെയാണ് ആ എഴുതുന്നത് എന്ന് ഒന്ന് കണ്ടുപിടിക്കുക. അവിടെ നിങ്ങൾക്ക് പെയിൻ സ്ലിപ്പ് കാണാം, വിഡ്രോവൽ ഫോം കാണാം, ലോണിന് വേണ്ടിയിട്ടുള്ള ഫോംസ് കാണാം, എല്ലാം ഒന്ന് നോക്കാം. എന്നിട്ട് പറഞ്ഞാൽ മതി എന്തൊക്കെയാണ് അവിടെ കണ്ടതെന്നുള്ളത് അച്ഛനമ്മ എഴുതുമെന്ന് പറയാം. അച്ഛനമ്മയുടെ കൂടെ പോവാട്ടോ. അവരുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പോവുക. എന്നിട്ട് ഇതൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത്. പെയിൻ സ്ലിപ്പ് എന്തിനാണ്, വിഡ്രോവൽ ഫോം എന്തിനാണ്, ലോണിനുള്ള ഫോം എന്തിനാണ് എന്നൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് വരാം. ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, 8ാം ക്ലാസ് ആയില്ലേ, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം, വേണമല്ലോ. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഹോംവർക്ക് എന്ന് പറയുന്നത്. ഇത് ചെയ്യുമല്ലോ എല്ലാവരും. പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വാട്ട് ഈസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിക്ക് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണതിന് മുന്നേ ടീച്ചർ ഒരു ചെറിയൊരു വീഡിയോയും കൂടെ ഒന്ന് കാണിച്ചു തരാം ടു മേക്ക് ദ ക്ലാസ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ആ വീഡിയോയും കൂടി കണ്ടിട്ട് ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ക്ലാസ്. താങ്ക് യു. Today, the banking industry is considered as the backbone of the economy and has a major contribution to its growth. It's also the main driver for currency and financial stability. But how did the story of banking start? The term bank is derived from the old Italian word banca, meaning a bench. It referred to the public benches where money changers used to sit for exchanging coins or bills in the marketplace. But it's the goldsmiths of 17th century London who developed banking in its modern form. The goldsmith who used to store wealthy clients' gold in their private vaults soon began to lend this gold to others in exchange of a promissory note and the payment of an interest charge. That was the beginning of banking as we know it today. So, what is the general role of a bank? Depositors, or people with money surplus, place their money at the bank in order to earn a return through the credit interest. Borrowers, or people with a shortage of money on the other hand, are willing to pay interest on the money the bank is lending them in order to accomplish an objective they're seeking. And how do banks make profit? A bank's primary source of revenue comes from the difference between the interest it's paying to depositors and the one it's earning from borrowers. A bank also makes profit from charging fees or commissions for services granted by the bank to its customers and from investments. So, why are banks regulated? Banks collect funds from depositors in the form of small-sized deposits and repackage them into larger-sized loans. Borrowers, on the other hand, might not be able to repay the money they borrowed from the bank. In addition to that, banks sometimes invest deposits in risky assets. All of these reasons explain the major role of central banks in protecting depositors' money by monitoring the adequate level of riskiness the bank is taking. What is the role of central banks? Central banks oversee monetary policy to implement specific goals, such as currency stability, low inflation, and full employment. They determine the interest rates that influence the bank's pricing schemes and the economy's money supply. They issue currency and grant authorization to establish banks. Central banks also impose a threshold for capital requirements and place reserve requirements to ensure liquidity in crisis mode. They shape lending policies through margin requirements and other tools,
and they act as a lender of last resort to finance banks that need liquidity. Today, several types of banks exist to answer the different needs of consumers and to give them a choice in the way they manage their money. A retail bank, for example, provides services to individuals. Commercial and corporate banks serve small to mid-sized businesses and large enterprises. Investment banks specialize in large and complex financial transactions. Private banks offer a personalized financial and banking service to high net worth individuals. So, what do we know today about the future of banking? Direct channels such as mobile and the internet are becoming increasingly important in retail banking as they are in our everyday's life. Customers today expect financial firms to listen, respond, and offer services through social media. Customers across all segments expect highly personalized, convenient, and reliable service, along with 24/7 accessibility. Banking is no longer somewhere you go, but something you do.